അതായത് കാറ് നന്നായിട്ട് ഓടിക്കുന്ന പലരും, അതായത് നല്ല ഡ്രൈവേഴ്സ്, ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്തതും അവർ അറിയാതെ ബാലൻസോടെ കയറ്റത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒരു തേർഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ബാലൻസോടെ ഗിയർ ഇടാറുണ്ട്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിക്കുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത് കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്. അതായത് പല ആൾക്കാരും തേർഡിൽ നിന്നും സെക്കൻഡിൽ നിന്നും ഒരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടും. എന്നാൽ അത് കൃത്യമായിട്ടും ഉള്ള ഒരു മെത്തേഡിലല്ല നിങ്ങൾ ഗിയർ ഇടുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നം വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കുണ്ടാകും. ചിലപ്പോൾ ഗിയർ വീഴണമെന്ന് നിർബന്ധമില്ല. പെട്ടെന്ന് നമ്മളൊരു കയറ്റത്ത് ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ വീണില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വണ്ടി ബാക്ക് സൈഡിലേക്ക് റോളാകും. ഇനി ഗിയർ ഇടുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ഗിയർ ഇടുന്നതെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ജെർക്കുണ്ടാകും. എന്നാൽ കയറ്റത്തുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നമ്മൾ തേർഡിൽ നിന്നായിക്കോട്ടെ സെക്കൻഡിൽ നിന്ന് ആയിക്കോട്ടെ ഫസ്റ്റിലേക്ക് ഇടുന്ന ടൈമിൽ അതൊരു പ്രത്യേക ബാലൻസോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ടിപ്സാണ്. വാഹനം പഠിക്കുന്നവരും അതോടൊപ്പം തന്നെ വാഹനം ഓടിച്ച് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഈ വീഡിയോ ഗുണമാകും. നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിട്ട് വീഡിയോ കാണുക. അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കുക. കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഈ ഒരു ട്രിക്ക് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് കാറ് നന്നായിട്ട് ഓടിക്കുന്ന പലരും, അതായത് നല്ല ഡ്രൈവേഴ്സ്, ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്തതും അവർ അറിയാതെ ബാലൻസോടെ കയറ്റത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒരു തേർഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ബാലൻസോടെ ഗിയർ ഇടാറുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു നിരപ്പ് റോഡിൽ വരുന്നു, പെട്ടെന്നൊരു കയറ്റം കാണുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ട ഇത് വരുന്നു. എന്നാൽ അത് ഡയറക്റ്റ് ഇടുന്ന സമയത്ത് അതൊരു പ്രത്യേക ബാലൻസോടെയാണ് നന്നായിട്ട് വാഹനം ഓടിക്കുന്നവർ ചെയ്യുന്നത്. എന്നാൽ വാഹനം പഠിക്കുന്ന ആൾക്കാർ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് തുടക്കത്തിൽ ഇടുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ജെർക്ക് വരാറുണ്ട്. ഒപ്പം കൃത്യമായിട്ട് ഒരു ഗിയർ വീണില്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് മൂവ് ആകാതെ ബാക്ക് സൈഡിലേക്ക് റോൾ ആകാറുണ്ട്. എന്നാൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാനിത് ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വാഹനം എടുക്കുകയാണ്. ആദ്യം നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം വണ്ടി ഓടിക്കുന്നവർ ചെയ്യുന്ന ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്ന ഒരു മെത്തേഡും നിങ്ങളെ കാണിച്ചു തരാം. ഒരു കാരണവശാലും ഞാൻ ഇപ്പം കാണിക്കുന്ന ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ആദ്യം ഡയറക്റ്റ് തേർഡിൽ നിന്നോ സെക്കൻഡിൽ നിന്നോ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കരുത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ്. വണ്ടിക്ക് മൂവ് ആക്കുന്നു, അത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു കയറ്റം കണ്ടു. കയറ്റം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? തുടക്കക്കാർ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ നോക്കും. ഇട്ടപ്പോൾ എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ജെർക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തപ്പോൾ എന്താണ് വാഹനത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചത്? വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ജെർക്ക് വന്നു, ഒരു വൈബ്രേഷൻ ഇത്തരത്തിൽ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണ്? നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അല്ലെങ്കിൽ നമുക്ക് തന്നെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സ്മൂത്തായിട്ടിരിക്കും പോകുന്ന ഒരു വാഹനത്തിൽ പെട്ടെന്ന് ഒരു ജെർക്ക് വരുന്ന സമയത്ത് കൂടെയുള്ള യാത്രക്കാർക്കും നമുക്കും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ആദ്യം ഒന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ഒരു വാഹനം ഒരു തേർഡ് ഗിയറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് ഏകദേശം കുറഞ്ഞ പക്ഷേ ഒരു 30 കിലോമീറ്റർ വേഗതയിലായിരിക്കും നമ്മുടെ വണ്ടി പോകുന്നത്. പെട്ടെന്ന് നമ്മളൊരു കയറ്റം കാണുന്ന സമയത്ത് അവിടുന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊരു വണ്ടി ഇത്തരത്തിൽ ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു വേഗത എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ വേഗതയുള്ളൂ. ഇത് ഇത്രയും ഒരു വേഗതയുള്ളൂ നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഒരു 30 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഈ ഒരു വേഗതയിലേക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു ഗിയറിന് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്ന് ഈ ഒരു വേഗതയിലേക്ക് പെട്ടെന്ന് കുറയുകയാണ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഒരു കാരണവശാലും കയറ്റത്ത് തേർഡിൽ നിന്ന് സെക്കൻഡിൽ നിന്നോ ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടരുത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇടേണ്ടത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സാധാരണ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിക്കാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, നമ്മളൊരു ഇറക്കം പോവാണ്. ഇതേ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് ഇങ്ങനെ പോകുന്നു. ഇപ്പം നമുക്കിത് ഇവിടെ മുന്നിലായിട്ടൊരു കയറ്റം വരികയാണ്. ഓക്കെ, അപ്പം ഞാൻ കയറ്റം വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു കയറ്റം വരുന്ന സമയത്ത് ഞാൻ ആദ്യം ബ്രേക്കേ വന്നു. ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ വേഗത വണ്ടി പോവാണ്. ബ്രേക്കേ വന്നത് വണ്ടി സ്ലോ ചെയ്ത് ഏകദേശം ഒരു 10 കിലോമീറ്ററിനോട് അടുത്ത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ബ്രേക്കിൽ വന്ന് വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞ് ഏകദേശം നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു 10 കിലോമീറ്ററിലേക്ക് അടുത്ത് വരുന്ന സമയത്ത് വേണം നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. എന്നാൽ ഈ ഒരു മെത്തേഡ് മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പം നിങ്ങൾ നോക്കാം, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇങ്ങനെ എടുത്തു, വണ്ടിക്ക് മൂവ് ആക്കി ഞാൻ സെക്കൻഡിലേക്ക് ഇട്ടു. സെക്കൻഡിലേക്ക് ഇട്ട് ഞാൻ ഇങ്ങനെ കയറ്റം കയറി പോവാണ്. ഇതേ നോക്കുക, ഇങ്ങനെ നമ്മൾ കയറ്റം കയറി ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ഉള്ള ഒരു ടേൺ എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയറ്റത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടി. അപ്പോൾ നമ്മൾ ആക്സിലേഷൻ കൊടുത്ത് വരുന്നതും ആവറേജ് വേഗതയിലാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിവിടെ ആക്സിലേഷൻ കുറച്ചിട്ട് ഇത് ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് ചവിട്ടുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ഓർക്കുക. അതായത് ഇവിടെ നമ്മൾ ബ്രേക്കേ വരുന്നില്ല. അതായത് ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് ഞാൻ സെക്കൻഡ് ഇട്ടു, സെക്കൻഡിൽ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ കയറ്റത്തിൻ്റെ അളവ് കൂടി. അപ്പോൾ നമുക്കിവിടെ ബ്രേക്കേ വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആക്സിലറേഷൻ കുറയ്ക്കുക. വണ്ടിയുടെ വേഗത ഇത് ഇപ്പോൾ കുറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു കയറ്റം കയറാനായിട്ട്. അതായത് ഒരു കയറ്റം നമ്മൾ കയറി പോകുന്ന സമയത്ത് ചെറിയ കയറ്റമാണെങ്കിൽ ഒരു സെക്കൻഡിലൊക്കെ കയറി പോകുന്നു. പിന്നീട് കയറ്റത്തിൻ്റെ അളവ് കൂടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വണ്ടിയുടെ റണ്ണിങ് നമ്മൾ ആക്സിലറേഷൻ അയച്ച് കുറയ്ക്കുക. അപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ വണ്ടിയുടെ വേഗത വരും. അപ്പോഴും വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ബ്രേക്കേ വരേണ്ട ആവശ്യമില്ല. കയറ്റത്ത് ജസ്റ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടാൽ മതി. എന്നാൽ ഒരു ഇറക്കം കൂടിയ റോഡിൽ നമ്മൾ തേർഡ് ഗിയറിൽ വരുന്നു. പിന്നീട് പെട്ടെന്നൊരു കയറ്റം കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് നമ്മളിത് ഇപ്പോൾ ഇങ്ങനെ തേർഡിൽ വരുവാണ്. ഇങ്ങനെ ഇറക്കം കൂടിയ റോഡിൽ ഇങ്ങനെ തേടി വരുന്നു. പെട്ടെന്നൊരു കയറ്റം കാണുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്കിൽ വന്ന് വണ്ടി സ്ലോ ചെയ്യുക. അതിനുശേഷം വണ്ടിയുടെ വേഗത ആവറേജ് കുറഞ്ഞു എന്ന് തോന്നിക്കഴിയുമ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക, ക്ലച്ച് ചെയ്യുന്ന കാലേക്ക് ഒപ്പം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ കയറ്റുക. അപ്പോൾ ഈ മെത്തേഡാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇനി ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഇത് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. വാഹനത്തിൻ്റെ ഉള്ളിൽ ജർക്കൊന്നുമില്ലാതെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കാഴ്ചവെക്കാനായിട്ട് ഈ ഒരു വീഡിയോ ഒത്തിരി ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ പോയിന്റ് ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ട് വീഡിയോ കാണുക. അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി തരിക. നിങ്ങൾ തരുന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.